Dears, welcome to Vischool. We are here to speak English. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലോകഭാഷയെ നമ്മൾ ഒരുമിച്ച് ട്രെയിൻ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ അതിനെ മെരുക്കിയെടുത്ത് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് നമ്മളിപ്പോൾ ഇതിനെ യൂസ് ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് മാത്രമാണ്. ഇറ്റ് ഈസ് ഓൺലി ഫോർ കമ്മ്യൂണിക്കേഷൻ. പക്ഷെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. നമുക്കെല്ലാവർക്കും ലാംഗ്വേജ് ഉണ്ട്, അല്ലേ? നമുക്ക് വിവിധതരം ലാംഗ്വേജുകളുണ്ട്. പക്ഷെ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മീഡിയമാണ്. പക്ഷേ ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്കില്ലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിനെ നമുക്ക് നന്നായിട്ട് അനായാസേന സിമ്പിളായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ക്ലാസ് ആണിത്. അപ്പോൾ ഈ സെഷനിലൂടെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഓണർഷിപ്പുകൾ എങ്ങനെ പറയാം, നമ്മുടെ ഓണർഷിപ്പുകൾ, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന്, നമുക്ക് അവകാശമുണ്ടെന്ന് പറയാനൊക്കെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾ എങ്ങനെയാണ് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത്? ഇവിടെ നമുക്ക് ഒരുപാട് കോഡുകളോ മെത്തേഡുകളോ ഒന്നുമല്ല. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പ്രാക്ടീസിലൂടെ മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ വെൽക്കം ടു Vischool again. Here we are going to deal an important area related to ownership in our life. How can we express our ownership? How to express our ownerships? Is there any term or are there any terms to express ownerships? Here some certain words. Here some words, beautiful words. ഈ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ ഓണർഷിപ്പുകൾ പറയാം. എനിക്ക് ഇന്ന കാര്യമുണ്ട്, എനിക്കൊരു വാഹനമുണ്ട്, എനിക്ക് സുഹൃത്തുക്കളുണ്ട്, ഇതൊക്കെ പറയത്തില്ലേ? ചിലപ്പോൾ നമുക്ക് ഓണർഷിപ്പ് ഉണ്ടായിരുന്നു എന്നും പറയേണ്ടി വരും. എനിക്ക് ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു, അല്ലേ? നമ്മൾ പറയത്തില്ലേ, എനിക്കൊരു കാർ ഉണ്ടായിരുന്നു, എനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു, എനിക്കൊരുപാട് ലാൻഡ് ഉണ്ടായിരുന്നു, എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാനും നമുക്ക് ഉപയോഗിക്കുന്ന ഫോമും നമ്മൾ ഈ സെഷനിലൂടെ എന്ത് ചെയ്യും? ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് എന്ന് പറയുന്നത് പഠിക്കലല്ല, മറിച്ച് പ്രാക്ടീസാണ്. അപ്പോൾ ധൈര്യമായിട്ട് എൻ്റെ ഒപ്പം ചേർന്നോളൂ. നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യാൻ പോവാണ്? പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഹിയർ റിയൽ ലൈഫ് ടോക്സ് ഓണർഷിപ്സ്. നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഓണർഷിപ്പുകൾ പറയുന്നത്? ബുദ്ധിമുട്ടി പറയരുത്, വളരെ സിമ്പിളായിട്ട് പറയാനുള്ള കുറച്ച് മെത്തേഡുകൾ. അതൊരു ഫോമാണ് നമ്മൾ പറയാൻ പോകുന്നത്. യൂസ്ഡ് ടു ഷോ ഓണർഷിപ്പ് ഓർ റിലേഷൻഷിപ്പ്. നമുക്ക് ഓണർഷിപ്പും നമ്മുടെ റിലേഷൻഷിപ്പും എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതുപോലെ ആ മെയിൻറ്റെയിൻ ചെയ്യുന്ന റിലേഷൻഷിപ്പിനെയും ഓണർഷിപ്പിനെയും ഒക്കെ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? അതിന് ചില ടേമുകളുണ്ട്. ആ ടേമുകളിലേക്ക് നമുക്ക് പോകാം. ദ ഫസ്റ്റ് ടേം ഈസ് ഹാവ്. In English language, we are going to express our ownership. We can use have. Next one, has also is used. And then the last form is had. Had is used to express our ownership in past. അപ്പോൾ ഹാവും ഹാസും എന്ന് പറയുന്നത് നമുക്ക് ഓണർഷിപ്പുകൾ പറയാനാണ്, റിലേഷൻഷിപ്പുകൾ പറയാനാണ്. പക്ഷെ ഓണർഷിപ്പുകൾ റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരുന്നു പറയാൻ ഉപയോഗിക്കുന്ന വാക്ക് ഹാഡാണ്. അപ്പോൾ ഹാവ് ഹാസ് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് വേർഡുകളാണ് ഹാവും ഹാസും ടു എക്സ്പ്രസ് ഓണർഷിപ്പ്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു കാര്യം പറയുമ്പോൾ നിങ്ങളുടെ ഓണർഷിപ്പ് പറയാൻ വേണ്ടി വേറെ വാക്കുകൾ അന്വേഷിച്ച് പോകണമോ? വേണ്ട. ആ വാക്കുകൾ ഇവിടെ തന്നെയുണ്ട്. ദ ടേംസ് ആർ ഹാവ് ഓർ ഹാസ്. എന്നാൽ നിങ്ങൾക്ക് ഓണർഷിപ്പ് ഉണ്ടായിരുന്നു, റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയുക? അവിടെ ഉപയോഗിക്കുന്നത് ഹാഡ് ആണ്. എന്താണ്? ഹാഡ് ആണ്. അപ്പോൾ പഠിച്ചു, നിങ്ങൾ അറിഞ്ഞു, നിങ്ങൾ സ്പീക്ക് ചെയ്യാൻ റെഡിയാണ്. നിങ്ങളുടെ ഓണർഷിപ്പ് പറയാൻ വേണ്ടി നിങ്ങളുടെ മുന്നിലുള്ള ടേമുകളാണ്, വേർഡ്സുകളാണ്, എക്സ്പ്രസിങ് ഫോംസുകളാണ് ഹാവ് ഹാസ്. എന്നാൽ നിങ്ങൾക്ക് ഓണർഷിപ്സോ ദ സെയിം ടൈം റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു പറയാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അങ്ങനെയൊക്കെ നമ്മൾ ലൈഫിൽ പറയില്ല. എനിക്കൊരുപാട് ഭൂമി ഉണ്ടായിരുന്നു, സ്ഥലമുണ്ടായിരുന്നു, ജോലി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കില്ലേ? അതിനുള്ള ടൈമാണ് ഹാഡ്. ഓക്കെ, നമ്മളിങ്ങനെ സിമ്പിൾ ഫോമിൽ നിന്ന് കുറച്ചുകൂടി ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് പോവുകയാണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ 3 ടേമുകൾ ഓണർഷിപ്പുമായി ബന്ധപ്പെടുത്തി അറിഞ്ഞു കഴിഞ്ഞു. സോ ഹാവ്, ഹാസ്, ഹാഡ്. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ്, ഡിയേഴ്സ്, നമുക്ക് 2 or more പേഴ്സൺസിനെ പറ്റി പറയുമ്പോൾ അവരുമായി ചേർത്ത് പറയുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഹാവ് യൂസ് ചെയ്യുന്നത്. എന്നാൽ സിംഗിൾ പേഴ്സണുമായി ബന്ധപ്പെടുത്തി പറയുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സോ ഹാസ് യൂസ് ചെയ്യുന്നത്. എന്താണ് സിംഗിൾ പേഴ്സൺ? അപ്പോൾ 2 or more പേഴ്സൺസുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഹാവും, സിംഗിൾ പേഴ്സൺ ആണ് എന്ത് ഉപയോഗിക്കാം? ഹാസ് ഉപയോഗിക്കാം. എന്നാൽ നേരെ മറിച്ച് ഹാഡ് എന്ന് പറയുന്ന ടേമിന് ബോത്ത് പ്ലൂറൽ ആൻഡ് സിംഗുലർ പേഴ്സൺസ് അല്ലേ, അവിടെ അങ്ങനെ വകഭേദങ്ങളൊന്നുമില്ല. സിംഗുലറിന്റെ കൂടെയും പ്ലൂറലിന്റെ കൂടെയും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹാഡ് ഉപയോഗിക്കാം. സോ ഇൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഹാവ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് അവർ റിലേഷൻഷിപ്സ് ആൻഡ് ഓണർഷിപ്പ്. So here, have is used 2 or more persons. Have is used with 2 or more persons, and has is used with single person. So here, had is used with single person and 2 or more persons. The first form is here, I have a car. I have a car means I am driving this car. I bought this car. Okay. I bought this car yesterday or the last month or last year. It's a beautiful car. It's a red color car. And I am the person who drives this car. So I have a car. Okay. So next point. She has a brother. She has a brother. അവൾക്കൊരു സഹോദരനുണ്ട്, എനിക്കൊരു കാറുണ്ട്. നോക്കൂ നെക്സ്റ്റ് വൺ. We have a dog. നമുക്കൊരു ഡോഗ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ, നമുക്കുള്ള കാര്യങ്ങളെ പറ്റി പറയാം. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്കുണ്ട് എന്ന് പറയാൻ, നമുക്കുള്ള കാര്യങ്ങളെ പറ്റി പറയാൻ ഉപയോഗിക്കുന്ന ഫോമുകളാണ് ഹാവ്, ഹാസ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. ഐ ഹാവ് എ ഹൗസ് where I live. I have a beautiful house where I live. I have a concrete house where I live. അപ്പോൾ എനിക്കൊരു വീടുണ്ട്, ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. So I have a house. I have a house. Okay, that's my this is a sentence related to ownership. Okay, so next one. She has a sister. അവൾക്കൊരു സഹോദരി ഉണ്ട്. കണ്ടോ, അവൾക്കൊരു സഹോദരി ഉണ്ട്. അപ്പോൾ ഉണ്ട് എന്ന് പറയാൻ, ഓണർഷിപ്പ് പറയാൻ ഇംഗ്ലീഷ് സ്പോക്കൺ സ്റ്റൈലിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോമാണ് ഹാവും, ഹാസും. സോ നെക്സ്റ്റ് പോയിന്റ്. We have friends. നമുക്ക് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഹാവ്, ഹാസ് ഓണർഷിപ്സ് ആണ് പറയുന്നത്. ഐ ഹാവ്, വി ഹാവ്, യു ഹാവ്. ഹിയർ ഇവിടെ നോക്ക്, ഹാവ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഐയുടെ കൂടെ നമ്മൾ ഹാവേ പറയൂ. ഐ ഹാവ്, വി ഹാവ്, യു ഹാവ്. പക്ഷേ അവനും അവളും വന്നാലോ? ഹി ഹാസ്, ഷി ഹാസ്. നിങ്ങളുടെ ഫ്രണ്ടിന്റെ പേര് രാഹുൽ എന്നാണ്. രാഹുലിന് ഒരു വീടുണ്ട്. രാഹുൽ ഹാസ് എ ഹൗസ്. നിങ്ങളുടെ ഫ്രണ്ടിന്റെ പേരാണ് റാണി. റാണി ഹാസ് എ ഹൗസ്. അപ്പോൾ രാഹുലിനുമുണ്ട്, റാണിക്കുമുണ്ട് വീടുണ്ട്. അപ്പോൾ ഓണർഷിപ്പ് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോമാണ് ഹാവ് ഫോം. അതിൽ ഹാവ്, ഹാസ് റിലേറ്റഡ് ടു ഓണർഷിപ്പ് ആൻഡ് റിലേഷൻഷിപ്പ്. But at the same time, in our spoken style, had is used with single person and 2 or more persons. And here, had is used to express or denote the past life actions. Okay, ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല എന്ന് പറയാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? had തന്നെ യൂസ് ചെയ്യാം. Okay, so next point. We had a dog when we were kids. When we were kids, നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ we had a dog in our house. നമ്മുടെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു, ഡോഗ് ഉണ്ടായിരുന്നു. When we are kids, here there is a time is mentioned, so we are growing up, but when we were kids we had a dog. It's a white dog or it's a black dog, like that. Here I have mentioned we had a dog. Okay, നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ എന്താ ഉപയോഗിക്കുക? had ആണ് യൂസ് ചെയ്യുക അല്ലേ? നോക്കേ, she had a beautiful garden. അവൾക്ക് നല്ലൊരു പൂന്തോട്ടം ഉണ്ടായിരുന്നു അല്ലേ? So she had a beautiful garden എന്ന് പറഞ്ഞാൽ ഇപ്പോ ഗാർഡൻ ഇല്ല എന്ന് കൂടിയാണ് മീനിങ്. So next point. He had much wealth. So he had much wealth. അവന് നല്ല ധനമുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. But not now. Okay. They had a playground. They had a playground. അവർക്ക് പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം ഓണർഷിപ്പ് പറയുകയാണ്. ഉണ്ടായിരുന്നു.
ഇപ്പോൾ അവർക്ക് ഇല്ല. ഓക്കെ, വി ഹാഡ് സോ മച്ച് വെൽത്ത്. വി ഹാഡ്, കണ്ടോ, ഹാഡ് എന്ന് പറയുമ്പോൾ അത് യൂസ് ചെയ്യുന്നത് ഏത് പേഴ്സണിനൊപ്പം ഉപയോഗിക്കാം. നിങ്ങളുടെ പേരിന് ചേർത്ത് പറയാം, അല്ലെങ്കിൽ പേരുകൾക്ക് പകരം ചേർത്ത് പറയാം. ഐ ഹാഡ്, വി ഹാഡ്, യു ഹാഡ്, ദേ ഹാഡ്, ഷീ ഹാഡ്, യുവർ നെയിം, രാഹുൽ ഹാഡ്, റാണി ഹാഡ്, രവി ഹാഡ്, ആശ ഹാഡ്, Anu had. So had is used with all the persons to express past life things. Okay, next point. She had a bicycle, but not now. 2 years back, or 2 months back, okay, or 6 months back, or when she was a kid, like that. She had a bicycle. Okay, she rode this bicycle. She flew on the bicycle. So next point. He had a car, but not now. He had a car. Car ഉണ്ടായിരുന്നു, but not now. They had good marks last year. Last year they had good marks. അവർക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് ഈ നല്ല മാർക്ക് ഉണ്ട് എന്നങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുക. They have good marks. അവർക്കൊരു മനോഹരമായ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. They have a beautiful playground. അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ട്. റൈറ്റ് നൗ വി ഹാവ്. ഓക്കെ, ഉണ്ടായിരുന്നു, വി ഹാഡ്. ഓക്കെ, സോ ഇൻ ദിസ് സെഷൻ വി ഡിസ്കസ്ഡ് ഓണർഷിപ്പ് ആൻഡ് റിലേഷൻഷിപ്പ്. ഇഫ് എ പേഴ്സൺ ഹു വാണ്ട്സ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ്, he or she must listen that language. So I have already told you, English is a language like any language in this world, but communication is the most important thing, and it should be a skill. So we have to develop this skill. Okay, so next session we will be discussing an important area. Okay, so before that we have to create something else. Speak and listen is the motto of our school. Okay.